ഇനി നമുക്ക് കോഴിക്കോട്ടേക്ക് പോകണം. കോഴിക്കോട്ട് നിന്ന് ശരണ്യ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കാരണം മലബാർ തീരങ്ങളിലാണ് വലിയ ജാഗ്രതയുള്ളത്. മലബാർ തീരങ്ങളിലേക്ക്, പ്രത്യേകിച്ചും കോഴിക്കോട് കണ്ണൂർ തീരങ്ങളിലേക്കൊക്കെ ഒരുപക്ഷേ ഈ കണ്ടെയ്നറുകൾ വന്നടിയാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുകളൊക്കെ നേരത്തെ കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ കോസ്റ്റൽ പോലീസൊക്കെ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. കോഴിക്കോട് തീരദേശ മേഖലയിൽ റെസ്ക്യൂ ബോട്ടിൽ പരിശോധനകൾ തുടരുകയാണ്. സുരക്ഷാ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാതല പൊല്യൂഷൻ റെസ്പോൺസ് ടീമിന് കളക്ടർ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ശരണ്യ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ശരണ്യ, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് തീരദേശ മേഖലയിൽ പ്രത്യേകിച്ച് ബേപ്പൂരൊക്കെ കേന്ദ്രീകരിച്ച് വലിയ ജാഗ്രതയാണ്. കോസ്റ്റൽ പോലീസിന്റെ പ്രത്യേക പട്രോളിംഗ് അടക്കം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇപ്പോൾ പ്രദേശത്തെ ഒരു സാഹചര്യം? തീർച്ചയായും മനു, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഇന്നലെ അടക്കം കലക്ടർ നൽകിയിട്ടുള്ളത്. എന്തെങ്കിലും സംശയാസ്പദമായ സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ, തീരദേശ മേഖലയിൽ എന്തെങ്കിലും ഒരു സംശയാസ്പദമായ സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ കോസ്റ്റൽ പോലീസിനെ വിവരം അറിയിക്കണം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത് അത് സ്പർശിക്കാൻ പാടില്ല എന്ന പ്രത്യേക നിർദ്ദേശം എടുത്തു പറഞ്ഞിട്ട് കൂടിയുണ്ട്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം എന്ത് വസ്തുവാണ് നമുക്ക് കൂടുതൽ ഇതുള്ളൊരു വസ്തുവാണ് ആ കപ്പലിലുള്ളതെന്നും അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നുമുള്ള വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്പർശിക്കാൻ പാടില്ല എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു മുൻകരുതൽ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഇന്നലെ കലക്ടറുടെ നിർദ്ദേശപ്രകാരം പുറത്തുവിട്ടിട്ടുള്ളത്. എന്തെങ്കിലും സംശയാസ്പദ സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ഉന്നത തലത്തിലേക്ക് അന്വേഷണത്തിന് വേണ്ടി അറിയിക്കണം എന്നുള്ള നിർദ്ദേശം കൂടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. വടകര ഭാഗങ്ങളിലെല്ലാം തന്നെ തീരദേശ പോലീസിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായ പരിശോധനകൾ നടത്തി വരുന്നുണ്ട്. ഇന്നലെ അടക്കം തന്നെ ആ പരിശോധനയുടെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സജീവമാക്കി ണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കലക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം കൃത്യമായി നടത്തി വരികയാണ് എന്ന വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. വടകര ചോമ്പാല കേന്ദ്രീകരിച്ച് തീരദേശ പോലീസ് റെസ്ക്യൂ ബോട്ട് പ്രവർത്തനം ഇന്നലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളൊരു സാഹചര്യത്തിൽ ചെറുകിട വള്ളങ്ങൾ മാത്രമാണ് ഇപ്പോൾ കടലിൽ പോകുന്നത്. അപ്പോൾ അവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംശയാസ്പദ സാഹചര്യത്തിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ അറിയിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകണം എന്നുള്ളത് അവർക്കും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ജില്ലാതല പൊല്യൂഷൻ റെസ്പോൺസ് ടീമിനെ സജ്ജമാക്കാൻ വേണ്ടി കോഴിക്കോട് ജില്ലാ കളക്ടർ ഇന്നലെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശുചീകരണ പ്രവർത്തനങ്ങളടക്കം നടത്തണമെന്നും ആവശ്യമായ സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങൾ കൂടി നടത്താൻ വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും കലക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ തന്നെ നൽകിയിട്ടുണ്ട്. മനു.